അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഗെയിമാണ്. വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന കാപ്പബ്ലാങ്ക. പുള്ളി ഒരു ജീനിയസ് ആണ്. പുള്ളി ഭയങ്കര സ്ലോ ഗെയിമറാ, എൻഡ് ഗെയിം ജീനിയസ് എന്നൊക്കെ പറയും. പുള്ളിയുടെ ഗെയിമാണ് നോക്കാൻ പോകുന്നത്. മാസ്റ്റർ ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ. സോ എങ്ങനെയാണ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ കളിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് മൂവ് D4 കളിച്ചു. D4 എപ്പോഴും നല്ല മൂവോ, സെൻട്രൽ കൺട്രോളിംഗ് ഒക്കെ ഉള്ള മൂവ്. ഓക്കെ. E4ഉം കളിക്കാൻ നല്ല മൂവാണ്. ഓക്കെ. സോ അവര് തിരിച്ച് D5 കളിച്ചു. ഓക്കെ. കപ്പബ്ലാങ്കയുടെ ഓപ്പോണന്റ് വില്ലി എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയും ഗ്രാൻഡ് മാസ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നോക്കാം എന്താ കളിച്ചതെന്ന്. കപ്പബ്ലാങ്ക ഇവിടെ നോർമലി ഇവിടെ വരുന്ന മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും C4 ആണ്. ഓക്കെ. ഈ ഓപ്പണിങ്ങിന്റെ പേരാണ് ക്യൂൻസ് ഗാംബിറ്റ്. ഓക്കെ. ഇത് ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞത് അക്സെപ്റ്റഡ് ആവും. അവര് ഓക്കെ E6 കളിച്ചത് ഡീക്ലൈൻ ഉണ്ടാവും. അപ്പം അതാണ് ഓപ്പണിങ്. പക്ഷെ നോർമലി അതാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കളിക്കുന്നത്. പക്ഷെ കാപ്പബ്ലാങ്ക എന്തോ ഈ മൂവാണ് കളിച്ചത്. ഡെവലപ്പിംഗ് മൂവാണ് Knight F3. ഓക്കെ. ക്ലിയർ അല്ലേ? ഓക്കെ. സോ അവർ എന്ത് ചെയ്തു? സെയിം ഒരു കോപ്പി പേസ്റ്റ് പോലെ കണ്ടോ, Knight F6 കളിച്ചു. ഓക്കെ. ഇപ്പൊ കാപ്പബ്ലാങ്ക എന്ത് ചെയ്തു? ഇവിടെ നോർമലി ഈ മൂവ് ബാഡ് ആയിട്ടാ കൂട്ടുന്നത്, കൈൻഡ് ഓഫ്. പക്ഷെ കൊള്ളാം. ഗ്രാൻഡ് മാസ്റ്ററിലെ കളിച്ചതുകൊണ്ട് നല്ലൊരു പോൺ സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ഓക്കെ. കണ്ടോ? അപ്പൊ അവരെന്ത് ചെയ്തു? C6 കളിച്ചു. കണ്ടോ? സോ ഈ പോൺ സ്ട്രക്ചറിന്റെ പേരാണ് കാൾസ് ബാഡ് എന്ന് പറയും. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുന്ന പോൺ സ്ട്രക്ചർ. ബ്ലാക്കിന് ഇങ്ങനെയും വൈറ്റിന് ഇങ്ങനെയും. ഓക്കെ. മേ ബി തിരിച്ചും വരാവേ. ഓക്കെ. ഇതാണ് കാൾസ് ബ്ലാഡ് സ്ട്രക്ചർ എന്ന് പറയും. ഇതിപ്പോ നിങ്ങൾ അറിയണമെന്നില്ല. ഓക്കെ. ഇത് പിന്നെ മൈനോറിറ്റി അറ്റാക്ക് എന്നൊക്കെ പറയും. അതാണ് സംഭവം. ഓക്കെ. അപ്പം കബബ്ലാങ്ക സിംപ്ലി ഡെവലപ്പ് ചെയ്തു. ബിഷപ്പിനെ സെൻട്രിൽ കൊണ്ടുവച്ചു. എന്തിനാ അറിയാലോ? ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിൻ ചെയ്തു. ഓക്കെ. പിൻ ചെയ്തു. ഓക്കെ. പിന്നിങ് എന്ന് പറയുന്നത് കേട്ടോ, ഇങ്ങനെ കളിക്കുന്നതാണ്. ഓക്കെ. നൈറ്റിനെ മാറ്റിയ ക്യൂൻ പോകും. അതുകൊണ്ട് തന്നെ ഉം, നമുക്കിതിനെ മാറ്റാൻ പറ്റില്ല ക്യൂന്. സോ അടുത്ത മൂവ് സെൻട്രൽ സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. ഇപ്പൊ വേണമെങ്കിൽ ഇത് പുള്ളിക്കാരന് വേണമെങ്കിൽ Knight C3 കളിക്കായിരുന്നു. C3 കളിച്ച എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പോൺ ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ട് C3 കളിച്ചില്ല. ഓക്കെ. സിംപ്ലി സെൻട്രൽ സ്ട്രൈക്ക് ചെയ്തു. അവർക്ക് വേണേൽ എടുക്കണേ എടുക്കാം. പക്ഷെ പുള്ളിക്കാരനും വലിയ താല്പര്യം കാണിച്ചില്ല. പുള്ളി E6 കളിച്ചു. ഓക്കെ. സിമിലർ E6 കളിച്ചു. അടുത്ത മൂവ് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ അങ്ങോട്ട് വെട്ടുന്നില്ല. ഒരു ടെൻഷൻ നിന്നോട്ടല്ലേ. നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഇവിടെ കളിച്ച മൂവ് Knight D7 ആണ്. ഓക്കെ. D7 അല്ല, D2 ആണ്. ഇത് നോർമൽ ഐഡിയ ആണ്. കാരണം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്യൂനെ എങ്ങോട്ട് വേണം മാറ്റാം. പക്ഷെ നേരത്തെ ക്യൂനെ മാറ്റിയിരുന്നെങ്കിൽ ഇത് വെട്ടിയിട്ട് കിങ് സൈഡ് പൊളിഞ്ഞു പോകും. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു മൂവ് കളിക്കുന്നത്. ഇപ്പൊ എന്താ? ഇപ്പൊ നൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇനി ക്യൂന് എങ്ങോട്ട് വേണം പോകാൻ പറ്റും. ഇപ്പൊ ക്യൂന് എങ്ങോട്ട് പോയാലും ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വെട്ടാം. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും. ഓക്കെ. അതാണത് കളിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. നമ്മൾ ക്യാൻസൽ ചെയ്തു. നമ്മുടെ പരിപാടി ഇതാണല്ലോ, നമ്മൾ കിങ് സേഫ് ആക്കാം. അവരും ക്യാൻസൽ ചെയ്യുന്ന പരിപാടിയാണ്. ബിഷപ്പ് E7 കളിച്ചു. ബിഷപ്പ് E7. നമുക്കിനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? വേണമെങ്കിൽ B3 കളിക്കണം. B3 പറയുന്ന ഈവൻ ഡെവലപ്പിംഗ് മൂവായിട്ടുള്ള ക്യൂൻ കളിക്കുക. ഇത് ബാറ്ററി എന്നൊക്കെ പറയാം കേട്ടോ. ഒരു അറ്റാക്ക് ഇവിടെ ഉണ്ട്. മേ ബി നൈറ്റൊക്കെ മാറുമ്പോൾ വെട്ടാം. അതാണ് സംഭവം കേട്ടോ. ഓക്കെ. അപ്പോഴാണ് മറ്റേ പുള്ളി വിചാരിക്കുന്നത്, ഓക്കെ ഇത് ഭയങ്കര സ്ട്രോങ് ആയി, എന്റെ ബിഷപ്പ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ബാക്കോട്ട് ഇട്ടു. ഇത് ഐഡിയ എന്ന് വെച്ചാൽ കറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനാണ്. ഓക്കെ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വെട്ടിക്കുന്ന ഡബിൾ പോൺ ആകത്തില്ല എന്നൊക്കെ ചോദ്യം വരും. ഡബിൾ പോൺ ആയാലും കുഴപ്പമില്ല. ചില സമയത്ത് ഡബിൾ പോൺ നല്ലതാണ്. കാരണം ഇത് കണ്ടോ, ഓപ്പൺ ഫയൽ കിട്ടും. ഇപ്പൊ ഭയങ്കര അറ്റാക്ക് വരും. പിന്നെ ക്യൂന് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിൽ നൈറ്റിനൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മേ ബി ബിഷപ്പ് വരാം, അല്ലെങ്കിൽ നൈറ്റ് ഇവിടെ വരാം. ഓക്കെ. ബിഷപ്പ് ഇവിടെ കേട്ടോ. ഓക്കെ. സോ അതുകൊണ്ടാണ് പുള്ളി പ്ലാൻ മാറ്റിയത്. ഇവിടെ ഇനിയിപ്പോ പിഞ്ചൻ ആരും ഇല്ല, ക്യൂൻ പോയി. ഓക്കെ. ഇനിയിപ്പോ എന്ത് ചെയ്യണം ഇവിടെ? ഓക്കെ. സോ അതുകൊണ്ട് തന്നെ B3 കളിച്ചു. ഐഡിയ ബിഷപ്പ് B2 ഡെവലപ്മെന്റ്. ഓക്കെ. സോ അവര് പഴയ പണി അറ്റാക്കിന് വന്നു കേട്ടോ. ഇതെന്താ? ഡീമൊബിലൈസേഷൻ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി. കാരണം ഇതിന്റെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ നോർമൽ ഐഡിയ സെയിം കപ്പബ്ലാങ്ക B2 കളിച്ചു. അവര് വെട്ടിയാൽ തിരിച്ചു വെട്ടണമല്ലോ. അതാണല്ലോ, കൊടുത്താൽ തിരിച്ചു കൊടുക്കണമല്ലോ. സോ അത് കളിച്ചു. അവര് ക്യാൻസൽ ചെയ്തു. ഓക്കെ. ഇവിടം വരെ ഏകദേശം വളരെ ക്ലിയർ ആണല്ലേ. അതിനുശേഷം നമ്മൾ ഒരു റൂക്കിനെ സെൻട്രലിലോട്ട് വന്നാണ് ഡബിൾ ചെയ്യാനുള്ള പരിപാടിയാണ്. പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ. അവർ ഡെവലപ്പ് ചെയ്തു. റൂക്കിനെ കണക്ട് ചെയ്തു. ഓക്കെ. സോ അടുത്ത മൂവ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പരിപാടി എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? അതുപോലെ തന്നെ പുഷ് ചെയ്യാൻ വേണ്ടി സെൻട്രലിലോട്ട്. ഓക്കെ. പുഷ് ചെയ്തു. അവർ വെട്ടി. ഇപ്പം നൈറ്റ് കൊണ്ടല്ലേ വെട്ടാൻ പറ്റുള്ളൂ. നൈറ്റ് കൊണ്ട് വെട്ടി. അവർ തിരിച്ചു വെട്ടി. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് ക്യൂൻ കൊണ്ട് വെട്ടാം, ഇല്ലെങ്കിൽ റൂക്ക് കൊണ്ട് വെട്ടാം. ഇവിടെ ക്യൂൻ കൊണ്ട് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നൈറ്റ് അറ്റാക്ക് ഒക്കെ വരാം. അതുമല്ല
ക്യൂൻ റൂക്കിന് ഫ്രണ്ട് ഇരിക്കുന്ന ചിലപ്പോൾ അത്ര നല്ല മൂവ് അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അടുത്തൊരു പീസിനെ കൊണ്ടുവരിക, നമ്മൾ റൂക്ക് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പം റൂക്ക് ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ഇവര് കളിച്ച മൂന്ന് പറയുമ്പോൾ ബിഷപ്പ് F6 ആണ്. F6 കളിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഇല്ല ഗുണമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ അവർക്ക് നൈറ്റിനെ കൊണ്ടുവന്നിട്ട് ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ എന്താ വിഷയം വെച്ചാൽ റൂക്കിന് ഇങ്ങോട്ട് എൻട്രി കിട്ടും. ഓക്കെ, പിന്നെ അങ്ങോട്ട് പക്ക അറ്റാക്ക് വരാൻ പോകുന്നു. ഓക്കെ, മേ ബി ഇത് പുഷ് ചെയ്തിട്ട് ബിഷപ്പൊക്കെ കൊണ്ട് അടിച്ചു കളഞ്ഞിട്ട് ചെക്ക്മേറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ സ്കോർ കൊടുത്തില്ല. അവർ സിംപ്ലി ബിഷപ്പിനെ ഇവിടെ കളിച്ചു. ഓക്കെ, കണ്ടോ, സിമ്പിൾ മൂവ്. നമ്മൾ എന്ത് ചെയ്തു, ക്യൂവിനെ ഇവിടെ കളിച്ചു. ഇതിന്റെ ഐഡിയ എന്ന് വെച്ചാൽ ഈ സ്കോർ കൺട്രോളിങ് ആണ് കേട്ടോ. ഓക്കെ, മേ ബി C5 പുഷ് ചെയ്യാതിരിക്കാനോ അടിച്ചാലാനാണ് അത് കളിച്ചത്. ഓക്കെ, അത് മാത്രമല്ല ഒരു ഓപ്പൺ ഡയഗണലിൽ നിന്ന് ക്യൂൻ മാറിയിരിക്കുന്നതും നല്ലതാണ് എപ്പോഴും. ഓപ്പൺ ഡയഗണൽ അല്ല, സോറി, ഓപ്പൺ ഫയലിൽ നിന്ന്. സോ പുഷ് ചെയ്തു. നമുക്ക് വെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്ത് ആവശ്യമില്ല. അപ്പം ഇതിനെ വെട്ടി. ഓക്കെ, ഇവിടെ ഒരു കിടിലം മൂവ് കളിക്കും ഇവിടെ. നിങ്ങൾ ഞെട്ടിപ്പോകുന്ന മൂവ് ഇപ്പൊ കളിക്കും കാപ്പബ്ലാങ്ക. ഇപ്പൊ ഇത് ക്യൂൻ അറ്റാക്ക് ആണേ, ക്യൂൻ അറ്റാക്കാ. ഇവിടെ നിങ്ങളായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുക, നിങ്ങളാണെങ്കിൽ എന്ത് മൂവ് കളിക്കും ഇവിടെ. ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡ് ആലോചിക്കും. ഇല്ല, 1 മിനിറ്റ് ആലോചിച്ചോ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ ആൻസർ പറയാം. ഒരു കിഡിലെ മൂവ് കളിക്കും, ക്യൂൻ സാക്രിഫൈസ്. ഓക്കെ, ക്യൂൻ സാക്രിഫൈസ് എന്നുവെച്ചാൽ ക്യൂനെ സാക്ക് ചെയ്യും. ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾ കണ്ടോ ഉത്തരം? ഇത് കണ്ടോ, ക്യൂനെ വെട്ടിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കഴിക്കാൻ ഫ്രീ ക്യൂൻ അല്ലേ? ഇപ്പൊ ഫ്രീ ക്യൂൻ അല്ല, ചെക്ക് കൊടുക്കും. കണ്ടോ, ചെക്ക് കൊടുക്കുമ്പം ഒള്ളി ഓപ്ഷൻ എന്തുവാ, ഇത് വെട്ടും അല്ലേ? വെട്ടുമ്പോ ഇത് കണ്ടോ, ചെക്ക്. ഇങ്ങോട്ട് മാറുമ്പോ ഇവിടെ ചെക്കിന് ചെക്ക് മേറ്റ് ആണോ. എന്ത് മാരക കാൽക്കുലേഷൻ ആണല്ലേ, കണ്ട, അടിപൊളി. സോ ഇതൊക്കെയാണ് ഇവരെ പക്ക വേൾഡ് ചാമ്പ്യൻ ആക്കിയത്. നോക്കി, ഒരു ക്യൂൻസ് ആക്കി. നമുക്കൊന്നും അത് കാണാൻ പോലും പറ്റില്ല. കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് എഫേർട്ട് വേണം അതിനകത്ത്. സോ അതുകൊണ്ട് തന്നെ മേ ബി ഇവിടെ നോക്കട്ടെ, ഇവിടെ മേ ബി ഇത് ഇങ്ങനെ ചെക്കിന് ഇങ്ങോട്ട് മാറിയാലോ, അതൊരു ഐഡിയ അല്ലേ അല്ലേ? സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ മാറിക്കഴിഞ്ഞാൽ സ്റ്റിൽ ഈ മൂവ് വരും എന്ന് തോന്നുന്നു. ഇവിടെ ചെക്ക് അല്ലേ? ഓക്കെ, സോ ഇവിടെ ഇത് കളിച്ചാലോ, ഇത് കളിച്ചാ ഓക്കെ, ചെക്ക് കൊടുക്കാൻ തോന്നുന്നു അല്ലെ? ചെക്ക് ഉള്ളി മൂവ് വെട്ടലാണ്. ഓക്കെ, വെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഓ, ക്യൂനെ കിട്ടും. ഓക്കെ, ഓപ്പൺ ചെക്കിന് ക്യൂനെ കിട്ടും അല്ലെ? ഒരു പി. ഓക്കെ, അപ്പം ചെക്ക് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് കളിക്കും അല്ലേ? ഓക്കെ, അതായിരിക്കണം മൂവ്. ഇപ്പൊ ഒരു പീസ് അപ്പായില്ല നമുക്ക്. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഓണാക്കി നോക്കാം, എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇപ്പൊ വെട്ടിയില്ല, കിങ് മാറി എന്ന് വെച്ചു. അപ്പൊ എന്ത് മൂവ് കളിക്കണം നമുക്ക് നോക്കാം. ഓക്കെ, അത് തന്നെ, റൂക്ക് കളിക്കും, പോൺ പുഷ് ചെയ്യും. കറക്റ്റാ, വെട്ടി വെട്ടി. ഓ, അങ്ങോട്ട് കളിക്കാം അല്ലേ? ഓക്കെ, രണ്ടും ഏകദേശം സെയിം ആണെന്നു അല്ലേ? ആ, ഓക്കെ, കളിച്ചു. അല്ലെങ്കിൽ ഇത് കളിച്ചാലോ? ഓക്കെ, ഓക്കെ, ചെക്ക് ഇങ്ങോട്ട് മാറി വെട്ടി. ആ, സെയിം സെയിം പൊസിഷൻ പോകുന്നു. ഓക്കെ, മേ ബി ഇത് പുഷ് ചെയ്യും അല്ലെങ്കിൽ വെട്ടിക്കളയാം. ഓക്കെ, ഇപ്പോഴും അപ്പാണ് അല്ലേ? ഒരു രണ്ട് പോയിന്റ് ഒക്കെ അപ്പാം. അപ്പൊ അതുകൊണ്ടാണ് അത് കളിച്ചത്. ഓക്കെ, നല്ല സൂപ്പർ മൂവ് ആട്ടോ, കിടിലൻ മൂവ്. ഇത്രയൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ ഇതിന് വെട്ടിയില്ല, ഇതിന് വെട്ടി. ഓക്കെ, വെട്ടി, നമ്മളിതിന് വെട്ടി, ബിഷപ്പ് വെട്ടി, റൂക്ക് കൊണ്ട് വെട്ടി കേട്ടാ. നോർമലി ക്യൂൺ കൊണ്ട് വെട്ടാം, പക്ഷെ ക്യൂൺ കൊണ്ട് വെട്ടിയാൽ അതിന് അഡ്വാൻറ്റേജ് കാണത്തില്ല പിന്നീട്. ഓക്കെ, അതുകൊണ്ട് തന്നെ റൂക്ക് കൊണ്ട് വെട്ടി. ഒരു ഇനിഷ്യേറ്റീവ് വെട്ടിയിട്ടുണ്ട്. ഒരു ഇങ്ങോട്ട് മാറി നമ്മളിവിടെ ഡബിൾ ചെയ്തു. ഇത് നോർമൽ ഹ്യൂമൻ മൂവ്സ് ആണ്. ഡബിൾ ചെയ്തു, റൂക്കിനെ ഡബിൾ ചെയ്തു. അവർ അറ്റാക്ക് ചെയ്തു. നമുക്ക് വേണേ വെട്ടാം, പക്ഷെ വെട്ടണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-3. സോ ഇതൊരു പാസർ ആക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ B4 പുഷ് ചെയ്തു, വെട്ടി. ഇപ്പൊ ക്യൂൺ കൊണ്ട് വെട്ടി കേട്ടാ, ഇപ്പൊ ക്യൂൺ കൊണ്ട് വെട്ടി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഇപ്പൊ റൂക്ക് കൊണ്ട് വെട്ടി കഴിഞ്ഞാൽ അവർ ചലഞ്ച് ചെയ്യും നമ്മുടെ ഓപ്പൺ ഫയലിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അഡ്വാൻറ്റേജ് ഇല്ല. അതുകൊണ്ടാണ് ക്യൂൺ കൊണ്ട് വെട്ടിയത്. ക്യൂൺ കൊണ്ട് വെട്ടി എന്താ ഗുണം, ഇപ്പൊ നമ്മൾ ഫുൾ അങ്ങ് എടുത്തു ഈ സ്ക്വയർസ് മൊത്തം, കണ്ടോ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ക്യൂൺ കൊണ്ട് വെട്ടണം. ഇപ്പം ക്യൂൺ കൊണ്ട് വെട്ടി. അവര് നമ്മുടെ പോൺ അറ്റാക്ക്. ഓക്കെ, ഇപ്പൊ പുഷ് ചെയ്തു അല്ലേ? ഓക്കെ, എന്തിനാ വെച്ചാൽ പുഷ് ചെയ്യിക്കാൻ വേണ്ടി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ക്വയർ പുഷ് വെച്ചു. ഇത് കിങ് എസ്കേപ്പ് സ്ക്വയർ ആട്ടോ, അല്ലെ ബാക്ക് റാങ്ക് മേറ്റ് ഒക്കെ വരും. പോൺ അറ്റാക്ക് ചെയ്തു, നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ ക്യൂനെ അറ്റാക്ക് ചെയ്തു, നമ്മൾ ഇങ്ങോട്ട് ഇട്ടു. എന്തുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടു? മേ ബി അവർക്ക് ഇങ്ങോട്ട് ഇടായിരുന്നല്ലോ അല്ലേ? അല്ലേ? ഇതല്ലേ കുറച്ചും കൂടെ ബെറ്റർ മൂവ്. ഒരു പോൺ അറ്റാക്ക് ഒക്കെ ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ഇട്ടു. പക്ഷേ ഇവിടുത്തെ ഐഡിയ എന്ന് വെച്ചാൽ ക്യൂവിനെ ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുക, ഭാവിയിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അതുകൊണ്ടാണ് അവിടെ കളിച്ചത്. സോ ഭയങ്കര ഐഡിയാസ്, ചെറിയൊരു മൈന്യൂട്ട് മൂവ്സ് ആണ്, പക്ഷെ അടിപൊളിയാണ്. ഓക്കെ, കിങ്ങിനെ അവിടെ കളിച്ചു. ഓക്കെ, നോ ഇഷ്യൂസ്.
നമ്മൾ നമ്മുടെ ഐഡിയ പുഷ് ചെയ്തു, വെട്ടി, ഇവിടെ ക്യൂനെ കളിച്ചു. ഓക്കെ, ഇവിടെ വെട്ടായിരുന്നു വേണമെങ്കിൽ, പക്ഷേ ഓക്കെ ഇപ്പൊ വെട്ടി. ഇതൊരു ട്രിക്കാണ്. ഇപ്പൊ ഇത് ഫ്രീ പോണാണ് അല്ലേ, ഇത് ഫ്രീ പോണ അല്ലേ, ഇതിന് വേണമെങ്കിൽ വെട്ടാം അല്ലേ. പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ കളിച്ചത് ഇതാണ്, G6 ആ കളിച്ചത്. എന്തുകൊണ്ടാ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഈ പോണ് വെട്ടിക്കൂടെ നിങ്ങൾക്ക്? ആക്ച്വലി വെട്ടാൻ പറ്റില്ല. വെട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ പിന്ന് വരും കണ്ടോ. സോ ഈ റൂക്ക് പോകും ഫ്രീ ആയിട്ട്, കണ്ടോ, സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇത്. അതാണ് ട്രിക്ക്. ഓക്കെ, സോ വെട്ടിയില്ല, അവര് പുള്ളി G6 കളിച്ചു, പുഷ് ചെയ്തു, കിങ്ങിനെ ഇങ്ങോട്ട് കളിച്ചു. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പോണെ പുഷ് ചെയ്തു. ഇതിന്റെ ഐഡിയ എന്ന് വെച്ചാൽ സംഭവം ഒന്നുമില്ല, ഈ റൂക്കിനെ റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതാണ്. എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ നമ്മുടെ പ്ലാൻ, അപ്പൊ അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഇത് കളിച്ചത് സിംപിളി. ഓക്കെ, റൂക്ക് D6 ചെക്ക്. ഓക്കെ, F6, ഇവിടെ റൂക്കിൻ്റെ അടിച്ച് സാക്ക്. ഓക്കെ, ക്യൂൻ ക്രോസ് D6 C7, കളി ജയിച്ചു. ഓക്കെ, കാരണം ഇനി പുഷ് തടയാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോ എന്ത് ചെയ്താലും ഇത് ക്യൂനാണ്. ഓക്കെ, ക്യൂൻ വെട്ടി ഒരു റൂക്ക് അപ്പാണ്. ഓക്കെ, ഇവൻ എന്ത് ചെയ്താലും ഈ പോണൊക്കെ പോകും കേട്ടോ. അപ്പം എന്നിട്ട് പാസറാവും, ജയിക്കും. സോ ഇങ്ങനെയാണ് പുള്ളി, പക്ഷെ ഭയങ്കര എഫേർട്ട് ഒന്നും ഇട്ടില്ല പുള്ളിക്കാരൻ, ജസ്റ്റ് സ്ലോ ഗെയിം ആയിരുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ കളിക്കുന്നത്. ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നുമല്ല, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് തിരുത്താവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു കിടിലൻ ഗെയിമായിട്ട് കാണുന്നവരെ തരാം.